നമ്മൾ ഒരുപാട് പരീക്ഷകൾ ജീവിതത്തിൽ എഴുതി കാണും. ചില പരീക്ഷയിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടാകും, ചില പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഏതെങ്കിലും ഒരു പരീക്ഷ കൊണ്ട് അളക്കാവുന്നതല്ല ജീവിത വിജയം. പരീക്ഷയിൽ ജയിച്ചവർക്ക് നാട്ടിൻപുറത്തൊക്കെ വലിയ അനുമോദന സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് 2000 തൃപ്പൂണിത്തുറയിൽ ഇതേപോലെ ഒരു അനുമോദന സദസ്സ് നടന്നു. അതിൽ അതിഥിയായി സംഘാടകർ വിളിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകനും അധ്യാപകനുമായ എം.എൻ. വിജയനെയായിരുന്നു. വിജയമാഷിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ചിതയിലെ വെളിച്ചമെന്ന മാസ്റ്റർ പീസ് കൊണ്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു എം.എൻ. വിജയൻ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം ഇന്നലെയായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടവരെ കുറിച്ചാണ് തൃപ്പൂണിത്തുറയിൽ പറഞ്ഞത്. കാര്യം ഞാനും എപ്പോഴും ഈ പരാജിതരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ആ ചടങ്ങിൽ എം.എൻ. വിജയൻ പറയുകയായിരുന്നു, ഈ ചടങ്ങിൽ പങ്കെടുക്കാത്ത നിരവധി കുട്ടികളുണ്ട്, പത്രങ്ങളിൽ കളച്ചിത്രങ്ങളാകാൻ സാധിക്കാത്ത ആളുകൾ. അവർ ഇന്ന് ഇവിടെ വരാത്തത് കൊണ്ട് ചിലപ്പോൾ നാളെ അവർ ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്ന് വരും. അവർ നമ്മുടെ വെളിച്ചത്തിൻ്റെ മറുപുറമാണ്. വിജയമാഷ് പറഞ്ഞു വെച്ചു. ജനാധിപത്യത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ ഒരു വചനം കൂടി നമുക്ക് ഈ കാര്യത്തിൽ എടുത്തു പറയണം. ഗാന്ധിജിയോടൊരു കുട്ടി ചോദിച്ചു, എന്താണ് ജനാധിപത്യം? ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. ജയിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്നുകൂടി വിശ്വസിക്കുന്നതാണ് ജനാധിപത്യം. ഒപ്പം ഒരു വാക്കുകൂടി ഗാന്ധിജി പറയാൻ മറന്നില്ല, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കാൻ പോകുന്നില്ല. ഗാന്ധിജിയും എം.എൻ. വിജയൻ മാഷും നമ്മുടെ സമൂഹത്തിൻ്റെ പൊള്ളത്തരത്തെ കൂടിയാണ് ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. അത് ജനാധിപത്യമായാലും ജീവിത വിജയമായാലും പരാജയപ്പെടുന്നവരുടെ കഥ കൂടിയാണ് ഈ ലോകം എന്നറിയുക. ഇന്നത്തെ പരാജിതർ നാളെ ഈ ലോകത്ത് എന്ത് അത്ഭുതം കാട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും. വിജയത്തിൽ നിന്ന് വിജയിച്ചതിൻ്റെ പാഠം മാത്രമേ നമ്മൾ പഠിക്കൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.